ഡേറ്റ് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഗൾഫ് കയറുന്നത്. ചാലിയത്ത് വന്ന് ആള് നാട്ടിൽ നിന്ന് പോകുമ്പോ ചിലപ്പോ ചാലിയത്ത് നിന്നാ പോലെ ചാലിയത്ത് വന്ന് ദ്വാരന്നിട്ട് പോയി അവിടെ എത്തിൻ്റെ ഷെഡ് വിളിച്ച് ഉസ്താദെ വലിയൊരു ആശ്ചര്യം ഉണ്ടായി. എന്തോ വെച്ച് ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല. കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ ഫ്ലൈറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങുന്നത്. മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴിയും. അപ്പൊ ആകെ ബേജാറിലാണ് അയാളുള്ളത്. അയാൾ CM ഫാത്തി ഓതാൻ തുടങ്ങി. കോയലേരി ആളാണ്. കോയലേരിക്കും CM ഫാത്തി ഓതി CM എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ഇറക്കി തരണം. ഫ്ലൈറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല. അയാള് പറയണേ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കാണ്. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി. അപ്പോ പ്ലേറ്റിന്റെ മുൻഭാഗം CM പിടിച്ചിരിക്കുന്നു. CM അങ്ങനെ പ്ലേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കണ അങ്ങനെ കാണുക. അങ്ങനെ അയാള് ഉണർന്നു നോക്കുമ്പോ അനൗൺസ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഇറങ്ങാണ്. അതാണ് CM പ്ലേറ്റ് നിയന്ത്രിക്കും, ട്രെയിനും നിയന്ത്രിക്കും, ഒക്കെ നിയന്ത്രിക്കും. എന്തൊക്കെ അനുഭവങ്ങളാണ് റബ്ബേ CM വലിയ. സത്യത്തിൽ സഹോദരങ്ങളെ, അബൂജഹലിൻ്റെ വിശ്വാസത്തെക്കാളേറെ പിഴച്ചുപോയിരിക്കുന്നു ഇത്തരം പണ്ഡിത നാമധാരികളെന്ന് പറയുന്ന മനുഷ്യർ. അവർ സ്വയം പിഴയ്ക്കുകയും സാധു മനുഷ്യരായ വിശ്വാസികളെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലിഫ്റ്റിലേക്ക് കയറി. പെട്ടെന്ന് ആ ലിഫ്റ്റ് ഒരു 4ാമത്തെ നിലയിലെത്തിയപ്പോൾ അങ്ങ് ട്രിപ്പായി. അതിൽ ലൈറ്റ് ഓഫായി. നമ്മൾ പെട്ടെന്ന് അതിൽ ടെലഫോൺ വിളിച്ചിട്ട് അതിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ നാം കോണ്ടാക്റ്റ് ചെയ്യും. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും അത് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അഭയം തേടുന്നത് അള്ളാഹുവിനോടാണ്. ഏതൊരു ദുരന്തമുഖത്തും ഒരു വിശ്വാസി അഭയം തേടുന്നത് പടച്ച റബ്ബിനോട് മാത്രമാണ്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ പൊന്നുമോനെ വിളിച്ചിട്ട് ആ മഹാനുഭാവൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന വസീയത്ത്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, നീ അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും ഭരമേൽപ്പിക്കരുതേ. ലാ തദ്ഉ മഅല്ലാഹി അഹദ, ഏതു പ്രതിസന്ധിയിലും അല്ലാഹു അല്ലാത്തവരിലേക്ക് നീ പ്രാർത്ഥിക്കല്ലേ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഏത് ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളാണെങ്കിലും ഷഹാദത്ത് കലിമയ്ക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും അവനേകനാണെന്നും ലാ ശരീക ലഹു, അവനൊരു പങ്കാളികളുമില്ല എന്നും CM വലിയുള്ളയും ദർഗകളും മഖാമുകളും ഒന്നും അള്ളാഹുവിന് പങ്കാളികളല്ലെന്നും വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി പടച്ച റബ്ബിനോട് സമന്മാരായി ഒരാളും തന്നെയില്ലെന്നും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. കോവിഡ് സമയത്ത് പ്രായമായ ഒരു ഉമ്മയുടെ വാർത്ത നമ്മളൊക്കെ വായിച്ചു. വെന്റിലേറ്ററിലായിരുന്നു ആ മാതാവ്. മരണാസന്നമായ ആ സമയത്ത് മക്കളോ കുടുംബാംഗങ്ങളോ ആരുമില്ല. ആ സമയത്തും സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ഡോക്ടർ മരണമാസന്നമായ സമയത്ത് ആ മാതാവിന് പറഞ്ഞു കൊടുക്കുന്നത്, ഉമ്മ പറയ് ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന വിശ്വാസമാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ആരാധ്യൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നും വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആരാധനയിൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നും എങ്ങനെയാണ് സ്വർഗം നേടേണ്ടത് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു 10-18 വയസ്സുള്ള ഒരു മകൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമിനോട് ചോദിച്ചു, ഇപ്രകാരം CM വലിയുള്ളയോടും അതുപോലെ ലോകം നിയന്ത്രിക്കുന്ന ഇന്ന ആൾക്കാരെന്ന് പഠിപ്പിക്കുന്ന ആ പുരോഹിതനോട് അദ്ദേഹം പോയിട്ട് ചോദിച്ചു, അന്നൽ മസാജിദലില്ല. ഉസ്താദെ, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന് പുറമെ ഒന്നിനോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ മകൻ ആ ഇമാമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, മോനെ, ഇതിന് ആന്തരികമായ ചില അർത്ഥങ്ങളുണ്ട്. നമസ്കാരത്തിൽ മോൻ അള്ളാഹുവിനോട് നബിയോട് പ്രാർത്ഥിക്കുന്നില്ലേ? അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അപ്പോഴും ആ കുട്ടി പറഞ്ഞു, അവിടെ നബിയോടല്ല ഉസ്താദെ ചോദിക്കുന്നത്, അല്ലാഹുവേ എന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും രക്ഷ ചെയ്യണേ, സമാധാനം ചെയ്യണേ. അതും അല്ലാഹുവിനോടാണ്. സഹോദരങ്ങളെ, ഏതു ദുരിതങ്ങളിലും ക്യാൻസറിലും അപകടങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ നീറ്റലുകളും ആവലാതികളും പങ്കുവെക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. റബ്ബല്ലാത്ത ഒന്നിനോടും നാം സഹായം തേടരുത്. നമുക്കൊരസുഖം വന്നാൽ ഡോക്ടറെ സമീപിക്കുന്നു, ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്ന് നാം കഴിക്കുന്നു. രണ്ടാമത് നാം അഭയം തേടേണ്ടത് നമ്മെ സഹായിക്കാൻ കഴിവുള്ള, നമ്മുടെ വിശ്വാസം അല്ലാഹു ഉണ്ടോ എന്നല്ല, അല്ലാഹു ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പം, സ്വഹാബത്തിനോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം അനശ്വരമായ സ്വർഗം നമുക്ക് നേടണമെങ്കിൽ നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും ശരിയാകണം. ആ ഷഹാദത്ത് കലിമ ദൃഢമായ ആ ബോധ്യത്തിൻ്റെ മേളിലാണ് നമ്മുടെ നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നാം കെട്ടിപ്പടുക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആമിലത്തുന്നാസിബ, ഒരുപാട് കർമ്മം ചെയ്തവരാണ്, കർമ്മം ചെയ്ത് തളർന്ന് ക്ഷീണിച്ചു പോയവരാണ്. ഈ പുരോഹിതന്മാർ കർമ്മങ്ങളിലൂടെ ബഹുദൈവ ആരാധനകളിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അവരെത്തുന്നത് തസ്ലാ നാറൻ ഹാമിയ, കത്തിക്കാളുന്ന അള്ളാഹുവിൻ്റെ നരകത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്, ഞാൻ എൻ്റെ റബ്ബല്ലാത്ത ഒന്നിനോടും ഞാൻ സഹായം തേടില്ല എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ആദർശവും ആ വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് മരണമാസന്നമായി നമുക്ക് ശരീരത്തിൽ നിന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോഴും വേദനകളില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് ഔലിയാക്കന്മാരും മഹാരഥന്മാരും നമുക്ക് പഠിപ്പിച്ചുന്ന ആദർശവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോകാതെ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന ആ വിശ്വാസത്തിലും ആ ആദർശത്തിലും ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ ആവേശവും ആത്മവിശ്വാസവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.